ഇതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല കുറുകിയ ബീഫ് അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. നമുക്കതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ബീഫ് കുറച്ചൊന്ന് വേവിച്ച് വെച്ചാൽ പെട്ടെന്ന് ബാക്കിയുള്ള പരിപാടിയൊക്കെ നമുക്ക് കഴിയും. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ബീഫ് വേവിച്ച് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാൻ എന്തൊക്കെ ഇട്ടെന്ന് വെച്ചാൽ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, മസാലപ്പൊടി, കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ബീഫ് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതായത് 1 കിലോ ബീഫിന് ഒരു 5 ടീസ്പൂൺ മുളക് പൊടി വേണം. അപ്പോൾ വേവിക്കാൻ നേരത്തെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി നമുക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ തന്നെ മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഓരോ ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതായത് രണ്ടും കൂടി ഒരു 2 ടീസ്പൂൺ നമുക്ക് ഇട്ട് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അത്, ഉപ്പ്, വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ വേവിച്ചെടുക്കുക. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ നെക്കി നോക്കുമ്പോൾ അത് ശരിക്കും ഇങ്ങനെ പൊട്ടി വരണം. ആ രീതിയിൽ നമ്മൾ ഇത് വേവിക്കണം കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് അച്ചാറിടുമ്പോൾ അതിലേക്ക് മസാലകൾ പിടിച്ച് കിട്ടാൻ നന്നായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. എന്ന് വെച്ചാൽ ഇത് ബീഫല്ലേ, ബാക്കിയുള്ള പോലെ വെജിറ്റബിൾസ് അല്ലല്ലോ. അപ്പോൾ ഇതിലേക്ക് ശരിക്കും ഉപ്പും പുളി, എരിവ് അതൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ബീഫ് നന്നായിട്ട് വെന്ത് കിട്ടണം. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വെന്ത് കിട്ടിയ ബീഫ് വെളിച്ചെണ്ണയിലാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്. അതായത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ വേവിച്ച ബീഫ് അതിലേട്ടിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്ത് ശരിക്കും ഒരു ബ്രൗൺ കളറ് ഏകദേശം മൊരിഞ്ഞ് വന്ന പരുവത്തിൽ നമ്മളിതൊന്ന് വറുത്തെടുക്കണം. ഇനി നമ്മൾ അച്ചാറിടാനുള്ള പരിപാടിയിലേക്ക് കടക്കാണ്. അപ്പോൾ അടി കട്ടിയുള്ള പാത്രം എടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഇരുമ്പ് ചട്ടിയാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിക്കാം. നല്ലെണ്ണയാണ് ഒഴിക്കണം കേട്ടോ. നല്ലെണ്ണയിലേക്ക് കടുകും ഉലുവയും പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. അത് രണ്ടും കൂടി ഒരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് നമ്മൾ ഇറച്ചിയിൽ ചേർത്താണ്, ബാക്കിയുള്ളത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇത് മൊരിയണം കേട്ടോ. നന്നായിട്ട് മൊരിയണം, നല്ല ഗോൾഡൻ ഷെയ്ഡാവണം. അത് നമ്മൾ മറക്കരുത് കേട്ടോ. ആ രീതിയിൽ ഇത് മൊരിച്ചെടുപ്പിക്കുക. ഇനി കണ്ടില്ലേ, നല്ല ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇങ്ങനെ ആകുമ്പോഴേ അച്ചാർ ചീത്തയാവാതൊക്കെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഏത് അച്ചാറിടുമ്പോഴും ഇതേപോലെ മൊരിക്കാനായിട്ട് നോക്കാം. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. അപ്പോൾ ഒരു 3 ടീസ്പൂണോളം മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടീൻ്റെയും പച്ചമണം നല്ലോണം മാറണം. മുളക് പൊടി ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ പിന്നെ ഈ അച്ചാറിന് ഒരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ട് നോക്കുക. പിന്നെ ഇതിൽ നമ്മൾ അച്ചാർ പൊടിയൊന്നും തീരെ യൂസ് ചെയ്യണില്ല കേട്ടോ, അല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ഒരു 3/4 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക. കായപ്പൊടി ചേർത്തതിന് ശേഷം ഒരു നുള്ള് പഞ്ചസാര ഒരു 2 നുള്ള് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. പഞ്ചസാര ചേർക്കുമ്പോൾ ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടും. അതുകൊണ്ടിട്ടാണ് പഞ്ചസാര ചേർക്കാൻ പറയുന്നത്. അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ഇപ്പോൾ നമ്മൾ ബീഫിലിട്ടിട്ടുണ്ടാവും, അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബീഫ് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 3-4 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ചേർക്കണത് കണക്കാക്കണ്ട കേട്ടോ. ലാസ്റ്റ് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രേവിയൊക്കെ എത്ര വേണമെന്നൊക്കെ നോക്കിയിട്ട് പിന്നെയും നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ബീഫിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്ക് കാണിക്കാൻ വിട്ടുപോയി കേട്ടോ. എന്ന് വെച്ചാൽ അത് കണ്ടില്ലേ, ബീഫ് നല്ലോണം മൊരിഞ്ഞ് ഞാനത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല പൊടിഞ്ഞ് കിട്ടുന്ന പരുവത്തിൽ മൊരിയണം കേട്ടോ. നല്ലോണം സമയം എടുത്ത് ഇളക്കി മൊരിച്ചെടുക്കുക. പിന്നെ ഇതിലേക്ക് ടേസ്റ്റ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായി. അപ്പം ആ ബീഫും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ അച്ചാറിന് നല്ല ടേസ്റ്റ് വരും കേട്ടോ. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് അതിൽ എല്ലാ ടേസ്റ്റും അതിനകത്ത് പിടിക്കുന്ന വരെയും ചെയ്യുക. എന്നാലേ അച്ചാർ കേടാവാതെ ഇരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് വരെ ഒരു 5-10 മിനിറ്റ് അത് അതേപോലെ വെച്ച് മിക്സ് ചെയ്തിട്ട് കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി കളറും നല്ല ഡാർക്കായിട്ടുണ്ട്. പിന്നെ വിനാഗിരി ഏകദേശം ഒരു 1/2 മുതൽ 3/4 കപ്പ് വരെയൊക്കെ ഒഴിക്കുക കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ ഗ്രേവിയും തിക്നെസ്സിനനുസരിച്ച്
ഇപ്പം നോക്ക് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നല്ല കളറും നല്ല ഡാർക്കായിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സിമ്പിളല്ലേ, ബീഫ് വേവിച്ചിട്ട് വേഗം ചെയ്യാൻ പറ്റിയ അച്ചാറാണ്. അപ്പോൾ ഇതിൽ നമ്മൾ അച്ചാർ പൊടി ഇട്ടിട്ടില്ല, പച്ചമുളക് ഇട്ടിട്ടില്ല, കറിവേപ്പില ഇല്ല. പക്ഷേ സംഭവം പൊളിയായിരിക്കും കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കുക. ഇതേപോലത്തെ ഒരുപാട് സിമ്പിൾ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എൻ്റെ പ്രീവിയസ് വീഡിയോസും ഷോർട്സും ഒക്കെ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണാം. Thanks for watching Mariam's Little Oven. Bye.